ഹായ് മൈ ഡിയേഴ്സ്, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ്. ഈ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും SSLC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ? നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ചോദിച്ചാൽ നിങ്ങൾ പറയും ഫുൾ A+ ആണ്. നിങ്ങളുടെ മാത്രമല്ല കേട്ടോ, നിങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ടീച്ചേഴ്സിൻ്റെയും നമ്മുടെ പാരൻസിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ്. നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിത്തരിക, നിങ്ങൾക്ക് ഫുൾ A+ നേടിത്തരിക എന്നുള്ളത്. ചില ആളുകൾക്കൊരു ചിന്തയുണ്ട്, എന്നെ കൊണ്ടൊന്നും പഠിച്ചാൽ പറ്റത്തില്ല, കൂടത്തില്ല, അല്ലെങ്കിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്നില്ല. ടെൻഷൻ അടിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പഠിച്ച് തീർക്കാൻ കഴിയുന്നില്ല, പഠിച്ചത് മറന്നു പോകുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത് മിസ്സേ, ഇനി കുറച്ച് സമയമുള്ളൂ. കറക്റ്റാണ്, കുറച്ച് സമയമുള്ളൂ. എന്നാൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വില്ലൻ ആരാന്നറിയോ? നിങ്ങളുടെ ടെൻഷനാണ്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതും നമ്മൾ മറന്നുപോകും. എത്ര പഠിച്ചാലും നമ്മുടെ തലയിൽ അത് നിൽക്കില്ല. ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണം ഇനി നമ്മൾ എന്ത് ചെയ്യാൻ? എക്സാമിന് വേണ്ടി പഠിക്കാൻ. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്, ചുരുങ്ങിയ സമയമേ ഉള്ളൂ. എല്ലാം ശരിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? വേണ്ട കാര്യം മാത്രം പഠിക്കണം. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാൻ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റില്ല, കൂടുതൽ ടെൻഷൻ ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോരോ സബ്ജക്റ്റിനെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് എല്ലാം നിങ്ങൾക്ക് അതാത് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നില്ലേ? അത് ഓറിയന്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അത് മതി നിങ്ങൾക്ക് എക്സാമിന്. അത് തന്നെയാണ് നമുക്ക് എക്സാമിന് വേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കുക അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയാണ്, കെമിസ്ട്രിക്ക് നമുക്ക് എക്സാം വരുന്നത് 1.5 മണിക്കൂറാണ്. എത്ര മാർക്കിനുള്ള ചോദ്യമാണ്? 40 മാർക്കിനുള്ള ചോദ്യമാണ്. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ശരിക്കും 50 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അതറിയോ നിങ്ങൾക്ക്? ഈ 50 മാർക്കുള്ള ചോദ്യങ്ങളിൽ 35 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ A+ കിട്ടിയടാ. 50ൽ നിന്ന് 35 മതി നമുക്ക് എന്തിനാ? A+ നേടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെ കൊണ്ട് പറ്റില്ലേ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിന് വേണ്ട കാര്യങ്ങളും കോച്ചിങ്ങും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചെടുക്കുക. പിന്നെ ചെയ്യേണ്ടത് പ്രാക്ടീസ്. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്. 1.5 മണിക്കൂറിൻ്റെ എക്സാം 40 മാർക്കാണ്. 15 മിനിറ്റ് നമുക്ക് എന്തുണ്ട്? കൂൾ ഓഫ് ടൈം ഉണ്ട്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? ഈ കൂൾ ഓഫ് ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് സമയം കളയാനല്ല. അവന് ടഫാണോ അവന് ഈസി ആണോ എന്നൊക്കെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ? അതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിക്കുക. വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടാവും എത്രത്തോളം എനിക്ക് അറിയാം, എത്രത്തോളം മാർക്ക് എനിക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് അല്ലേ? മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 പാർട്ടുകളാണുള്ളത്, ABCD എന്ന് പറഞ്ഞിട്ട്. A പാർട്ടിൽ നമുക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്, 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ആ 5 ചോദ്യങ്ങളിൽ നമ്മൾ എത്ര മാത്രം എഴുതിയാൽ മതി? 4 ചോദ്യം മാത്രം നമ്മൾ എഴുതിയാൽ മതി. അവിടെ നമുക്കൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ കിട്ടി. അപ്പൊ നിങ്ങൾ പറയും, മിസ്സേ എന്നാൽ ഞാൻ 4 എണ്ണം എഴുതാം. പോരാ, 5 ചോദ്യമില്ലേ? 5 ചോദ്യം നിങ്ങൾ എഴുതിക്കോളൂ. ബൈ ചാൻസ് നിങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒരു ചോദ്യത്തെ നിങ്ങൾക്ക് തെറ്റുപറ്റി, മിസ്റ്റേക്ക് വന്നു, നിങ്ങൾ അടുത്ത 5ാമത്തത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ മാർക്ക് കിട്ടി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു തരത്തിൽ പോലും നമ്മുടെ മാർക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? ഇല്ലാതെയാക്കരുത്. മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിക്കോളൂ. അത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് പ്ലസ് പോയിന്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പം 4 ചോദ്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഒരു ചോദ്യം തെറ്റിപ്പോയാലും നിങ്ങൾ 5 ചോദ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടി? അവിടെ നമുക്ക് മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ എടുത്തു പറയുകയാണെ, 1 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വേഗം നമ്മൾ ആൻസർ ചെയ്യണം. അപ്പം നമ്മൾ 2-3 വട്ടം കൂൾ ഓഫ് ടൈമിൽ തന്നെ നമ്മൾ ചോദ്യം മനസ്സിലാക്കുക, എന്താണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് നമ്മൾ മനസ്സിൽ നമ്മൾ കരുതുക. ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ ആൻസർ നമ്മൾ എഴുതുന്നു. ഇനി നമ്മുടെ സെഷൻ ബിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ് അല്ലേ? 4 ചോദ്യങ്ങളാണ് നമുക്ക് അറ്റൻഡ് ചെയ്യുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഓപ്ഷൻ A, B എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ആദ്യം നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ എഴുതുന്നു. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടൈം സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ. കാരണം നമുക്ക് എന്തുണ്ട്? 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഈ 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് നമ്മുടെ A+ നിർണ്ണയിക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ സെഷൻ സിയിൽ എത്രയാണ്? 11 മുതൽക്ക് 15 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. എത്ര മാർക്കാണ്? 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്.
സെഷൻ ഡിനകത്ത് എത്രയാണ് വരുന്നത്? 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളാണ്. അവിടെയും 4 മാർക്കിന്റെ ചോദ്യങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? അറ്റൻഡ് ചെയ്യാനുള്ളൂ. 5 എണ്ണത്തിൽ 4 എണ്ണം 4 മാർക്കിന്റെ അല്ലേ? അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇവിടെ മൊത്തം 4 മാർക്ക്, 8 മാർക്ക്, 12 മാർക്ക്, 16 മാർക്ക്, മൊത്തം നമുക്ക് 40 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടോ. എക്സ്ട്രാ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഓപ്ഷൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്ത് ചാൻസ് ഉണ്ട്? A+ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ചോദ്യങ്ങൾ വിടാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. മാക്സിമം അറിയാവുന്ന ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ കവർ ചെയ്യുക. എന്നിട്ട് മാത്രം അറിയാത്ത ആൻസറിൽ നിങ്ങൾ സമയം ചെലവഴിച്ചാൽ മതി. കാരണം ടൈം മാനേജ്മെന്റ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1.5 മണിക്കൂറാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ നമുക്ക് എഴുതി തീർക്കേണ്ടത് 40 മാർക്കിന്റെ ചോദ്യമാണല്ലേ? നിങ്ങളിൽ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്നതെങ്കിൽ യെസ്, നിങ്ങളെ കൊണ്ട് സാധിക്കും. A+ നിങ്ങൾ നേടിയിരിക്കും. ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ 100% ഉറപ്പാണ് എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കും. സോ ഇനിയുള്ള സമയം നന്നായിട്ട് പഠിക്കുക. 1.5 മാസം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും നിങ്ങൾക്ക് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടല്ലേ? ഇനി നമ്മുടെ മുന്നിലുള്ള ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് A+ ആയിരിക്കണം. അതും എല്ലാ സബ്ജക്ട്സിലും. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് നേടാൻ സാധിക്കട്ടെ. ഫുൾ കോൺഫിഡൻസോടുകൂടി എക്സാം ഹാളിലേക്ക് പോകാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. എൻ്റെ മക്കൾ നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ. ബൈ.